Good morning, dear. This is Dison. I'm with campus and നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NIS+2 വിദ്യാർത്ഥികളുടെ പാഠം ചാപ്റ്റർ 13 പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ചാപ്റ്റർ 13 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം NISന്റെ എക്സാം ഒക്കെ എടുക്കാറായി. എല്ലാ വിദ്യാർത്ഥികളും പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇപ്പോൾ NISന്റെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്ററുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികവും ഒട്ടുമിക്ക ചാപ്റ്ററുകളും ഇങ്ങനെ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് വരുന്നത്. അതിൽ ഒരു 3 കവിത വരുന്നുണ്ട്, 3 പോയംസ് വരുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് ഈ സ്റ്റോറി വരുന്നത്. അതിലൊരു സ്റ്റോറിയാണ് ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. നമ്മുടെ NISന്റെ എക്സാമുകൾക്ക് ഒക്കെ ഇപ്പം നമ്മുടെ മോഡൽ എക്സാം ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ NIS വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറച്ച് വലിയ ചാപ്റ്ററാണ്. സാധാരണ ചാപ്റ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. സോ നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ടെബു എന്ന് പറയുന്ന ഒരു 12 വയസ്സുകാരൻ കുട്ടിയുടെയും അവൻ്റെ ഫാദർ ആയിട്ടുള്ള ബാൽഡിയോ എന്ന് പറയുന്ന വ്യക്തിയുടെയും കഥയാണ്. അപ്പോൾ ആരുടെ കഥയാണ് ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത്? ബാൽഡിയോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും ബാൽഡിയോയുടെ മകനായ ടെബു, അവൻ 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇവരുടെ 2 പേരുടെയും കഥയാണ് എന്ത്? ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേര് പോലെ തന്നെ ടൈഗർ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പം നമുക്കറിയാം ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുമ്പോൾ ടൈഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതിന് ഇപ്പം നമ്മുടെ ഹെഡിങ്ങിലൊരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഥയിൽ അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അപ്പോൾ ടൈഗർ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ ആരുടെ കഥയാണ്? ടെബു എന്ന് പറയുന്ന കുട്ടിയുടെയും അവൻ്റെ ഫാദർ ആയിട്ടുള്ള ബാൽഡിയോ എന്ന് പറയുന്ന വ്യക്തിയുടെയും കഥയാണ് ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഷോർട്ട് സമ്മറി ആയിട്ട് പറയാം. ഇത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് വലിയ ചാപ്റ്ററാണ്. നമുക്കിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ടായിട്ട് അങ്ങനെ പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈവ് സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എന്താണ് ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത്, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ടെബു, എ 12 years old boy and his family are central to the plot. എന്താണ്? ടെബു, 12 വയസ്സുള്ള ടെബു എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ്റെ ഫാമിലിയുമാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥയിൽ അച്ഛനെ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. ബാൽഡിയോ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ ടെബു എന്ന് പറയുന്ന 12 വയസ്സുകാരുടെയും അവൻ്റെ ഫാമിലിയും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഹി ഷെയർഡ് എ ഹോം വിത്ത് ഹിസ് ഫാദർ ബാൽഡിയോ, ഹിസ് മദർ ആൻഡ് ഹിസ് യങ്ങർ സിസ്റ്റർ. എന്താ പറയുന്നത്? അവൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവനും അവൻ്റെ അച്ഛൻ ബാൽഡിയോ, അവൻ്റെ അമ്മ, അതുപോലെ തന്നെ അവൻ്റെ യങ്ങർ സിസ്റ്ററുമാണ് ഉള്ളത്. അവരെ അനിയത്തിയുമാണ് ഉള്ളത്. ടെബുസ് ഫാദർ ബാൽഡിയോ വാസ് എ ഹാർഡ് വർക്കിംഗ് മാൻ who always made sure his family had enough to eat. എന്താണ്? അവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ബാൽഡിയോ എന്താണ്? വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എന്താണ്? എപ്പോഴും അവൻ്റെ ഫാമിലിയെ ഇങ്ങനെ സേഫായി നിർത്തുന്ന, അല്ലെങ്കിൽ എപ്പോഴും അവൻ്റെ ഫാമിലിയോട് ഇങ്ങനെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാസ് ഹാർഡ് വർക്കിംഗ് മാൻ ഹു ഓൾവേസ് മെയ്ഡ് ഷുവർ ഹിസ് ഫാമിലി ഹാഡ് ഇനഫ് ടു ഈറ്റ്. എന്താണ്? അവരുടെ ഫാമിലിക്ക് മതിയാവോളം ഭക്ഷണം കഴിക്കാൻ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ വരി ശരിക്കും പറയുന്നത് അതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ ഇങ്ങനെ സേഫ് ആക്കി വെക്കുക. അവർക്ക് എല്ലാതും ഇല്ലേ, അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലേ, അവർക്ക് വസ്ത്രങ്ങളില്ലേ, അവർ സേഫ് അല്ലേ എന്ന് ചിന്തിക്കുന്ന, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ് ആര്? ബാൽഡിയോ എന്ന് പറയുന്ന ടെബുവിൻ്റെ ഫാദർ. ഓക്കെ, ദേ വർ impoverished and lived in the midst of the forest. എന്താ പറയുന്നത്? ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലില്, കാടിന്റെ നടുവിലുള്ള മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലിലാണ് ആര് താമസിക്കുന്നത്?
ബാൽഡിയോയും ടെബുവും ഒക്കെ താമസിക്കുന്നത്. ബാൽഡിയോ വാസ് എ വാച്ച്മാൻ who worked as a watchman near a railway tunnel. എന്താണ് ബാൽഡിയോ എന്ന് പറയുന്നത്? ഒരു വാച്ച്മാൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരും, ബാൽഡിയോ ആരാണ്? ബാൽഡിയോ ആരാണെന്ന് ചോദിക്കുമ്പോൾ ബാൽഡിയോ ഈസ് എ വാച്ച്മാൻ. അതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. എന്താണ്, ഫോറസ്റ്റ് ഓഫീസർ ആണോ? ഇത് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഫോറസ്റ്റ് ഓഫീസർ. അപ്പം നമുക്ക് കൺഫ്യൂഷൻ തോന്നും, കാരണം ബാൽഡിയോ അധിക സമയം ചെലവഴിക്കുന്നത് ഫോറസ്റ്റിലാണ്, ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ബാൽഡിയോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അപ്പം നമുക്ക് ഡൗട്ട് തോന്നാം, ഫോറസ്റ്റ് ഓഫീസർ ആണോ എന്ന്. അല്ല, ബാൽഡിയോ ഒരു ഫോറസ്റ്റ് ഓഫീസർ അല്ല. ബാൽഡിയോ ആരാണ്? ബാൽഡിയോ ഒരു വാച്ച്മാൻ ആണ്. അപ്പോൾ നമുക്കത് എഴുതണം. അത് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബാൽഡിയോ വാസ് എ വാച്ച്മാൻ ഹു വർക്ക്ഡ് വാസ് എ വാച്ച്മാൻ നിയർ എ റെയിൽവേ ടണൽ. എന്താണ് ബാൽഡിയോ അവരുടെ വീടിൻ്റെ അടുത്തുള്ള, അല്ലെങ്കിൽ അവരുടെ ആ കുടിലിൻ്റെ അടുത്തുള്ള ഒരു റെയിൽവേ ടണലിൽ നമ്മൾ ടണൽ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? നമ്മൾ ട്രെയിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ടണലിൻ്റെ ഉള്ളിലെ വാച്ച്മാൻ ആണ് ആര്? ബാൽഡിയോ. ഓക്കെ, അപ്പോൾ ബാൽഡിയോ വാസ് ഇൻ ചാർജ് ഓഫ് കീപ്പിംഗ് ദി സിഗ്നൽ ലാമ്പ് lit and tunnel clear of any obstructions for the train passing through it. എന്താ പറയുന്നത്? ബാൽഡിയോയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാൽഡിയോയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെയിൽവേ ടണലിൻ്റെ ഉള്ളില് ട്രെയിന് പോകുന്ന സമയത്ത് ആ ട്രെയിനിന്റെ ടണലൊക്കെ ഓക്കെ അല്ലേ? അവിടുത്തെ ലൈറ്റൊക്കെ കത്തുന്നില്ലേ? ടണലൊക്കെ ക്ലിയർ അല്ലേ? ട്രെയിൻ പോകുന്ന വഴിയൊക്കെ റെയിൽവേ ട്രാക്ക് ഒക്കെ ക്ലിയർ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ആരുടെ ജോലി? ബാൽഡിയോയുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ബാൽഡിയോ വാസ് കിൽഡ് ദ സ്കഫിൾഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ ടൈഗർ. എന്താണ്, ബാൽഡിയോ അവസാനം മരണപ്പെടുന്നത് എങ്ങനെയാണ്? ആ ടണലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു നരഭോജിയായിട്ടുള്ള കടുവ എന്ത് ചെയ്യാണ്? ബാൽഡിയോനെ കടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബാൽഡിയോ മരിക്കുന്നത്. ആൻഡ് ഹിസ് ബോഡി വാസ് ലേറ്റർ ഡിസ്കവേർഡ് ബൈ ഹിസ് സൺ ടെബു. എന്താണ്, ബാൽഡിയോനെ കുറച്ച് ദിവസങ്ങൾക്ക് ബാൽഡിയോനെ കാണാനുണ്ടാവില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ബാൽഡിയോനെ കാണാനുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എന്താണ്, കാണാതെ ആവുന്ന സമയത്ത് എന്താണ്, ബാൽഡിയോനെ കാണാതെ ആവുകയാണ്. ആ സമയത്താണ്, കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ടെബു, ബാൽഡിയോയുടെ മകനായിട്ടുള്ള ടെബു ആണ് ബാൽഡിയോയുടെ ബോഡി പിന്നെ കണ്ടെത്തുന്നത്. ഓക്കെ, ടെബു ലേറ്റർ ടുക്ക് ഓൺ ദ സെയിം റെസ്പോൺസിബിലിറ്റീസ് ആസ് ഹിസ് ഫാദർ ആഫ്റ്റർ ബാൽഡിയോസ് ഡെത്ത് ആൻഡ് ഹി എക്സിബിറ്റഡ് ദ സെയിം കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. എന്താണ്, അങ്ങനെ ബാൽഡിയോയുടെ മരണശേഷം എന്താ ഉണ്ടാവുന്നത്? ടെബു later took on the same responsibilities. ബാൽഡിയോയുടെ മരണശേഷം ടെബു എന്താണ് ചെയ്യുന്നത്? ആ ബാൽഡിയോ ചെയ്തിരുന്ന അതേ റെസ്പോൺസിബിലിറ്റി, തൻ്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ആവട്ടെ, അതുപോലെ തന്നെ ബാൽഡിയോ ചെയ്ത വാച്ച്മാൻ്റെ ഡ്യൂട്ടീസ്, ഇതെല്ലാം ഒരു 12 വയസ്സുകാരൻ എന്താണ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ബാൽഡിയോയുടെ മരണശേഷം ടെബു എന്ന് പറയുന്ന 12 വയസ്സുള്ള കുട്ടി എന്താ ചെയ്യുന്നത്? ബാൽഡിയോ ചെയ്തിരുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ഫാമിലിയും ബാൽഡിയോ ചെയ്തിരുന്ന വാച്ച്മാൻ്റെ ജോലി അടക്കമെല്ലാം ആരാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത്? ടെബു ആണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. ആൻഡ് ഹി എക്സിബിറ്റഡ് ദ സെയിം കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. എന്താണ്, അവനിൽ ബാൽഡിയോയുടെ അതേ കോൺഫിഡൻസും ഡിറ്റർമിനേഷനും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ബാൽഡിയോയുടെ അതേപോലെ തന്നെ ബാൽഡിയോയ്ക്ക് ഒരു വളരെ എന്താ പറയുന്നത്, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്, അതുപോലെ തന്നെ വളരെ നല്ലൊരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ബാൽഡിയോ. അതേപോലെ തന്നെ ആ കോൺഫിഡൻറ്റും ഡിറ്റർമിനേഷനും ഒക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? ടെബുവിൽ കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഒരു സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എന്താണ്, ടെബു എന്ന് പറയുന്ന 12 ഇയേഴ്സ് ബോയും അവൻ്റെ ഫാദർ ആയിട്ടുള്ള ബാൽഡിയോയുടെയും കഥയാണ് ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈഗർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ അതിലുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമ്മറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ടൈഗറിന് ഇത്രയും പ്രാധാന്യം എന്നുള്ളത് അല്ലേ? അത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ മിസ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാത്ത ഓൾറെഡി നമ്മൾ ഇത് ലൈവിൽ എടുത്തതാണ്. പിന്നെ നമുക്ക് ഇത് ഒരു വലിയ ചാപ്റ്ററാണ്. ഈ വലിയ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുമ്പോൾ ലാഗ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ദ ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നുള്ളത്. Tebu, a 12 years boy, and his family as a central to the plot. He shared a home with his father, Baldio, his mother, and his younger sister,
They reside in an Indian tribal village of the outskirts of the jungle. They were poor, so Baldio worked as a watchman near a railway tunnel to supplement his income. എന്താ പറയുന്നത്? ടെബു എന്ന് പറയുന്ന 12 വയസ്സുകാരനും അവൻ്റെ ഫാമിലിയുമാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ അവൻ എന്താണ്, ഹി ഷെയർഡ് ഹിസ് ഹോം വിത്ത് ഹിസ് ഫാദർ. അവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛനായിട്ടുള്ള ബാൽഡിയോ, അമ്മ, അവൻ്റെ യങ്ങർ സിസ്റ്ററുമാണ് അവൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ദെൻ അവരെവിടെയായിരുന്നു? ഒരു ട്രൈബൽ വില്ലേജിലാണ് താമസിച്ചിരുന്നത്. ഇങ്ങനെ കാടിനുള്ളിലെ ഒരു ട്രൈബൽ വില്ലേജിലാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവരെങ്ങനെയായിരുന്നു? പാവപ്പെട്ടവരായിരുന്നു. ദെൻ ബാൽഡിയോ വർക്ക്ഡ് ആസ് എ വാച്ച്മാൻ നിയർ ദ റെയിൽവേ ടണൽ ആൻഡ് ടു സപ്ലിമെന്റ് ഹിസ് ഇൻകം. എന്താ പറയുന്നത്? അവൻ്റെ വരുമാനം കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കൂട്ടുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു? രാത്രിയിൽ ടണലിൻ്റെ വർക്കുകളൊക്കെ അവന് പോയി ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അത് കേട്ടോ. ദെൻ ഇന്നടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബാൽഡിയോസ് ടാസ്ക് വാസ് ടു കീപ് ദ സിഗ്നൽ ലാമ്പ് ബേണിംഗ് വൈൽ ഓൾസോ ensuring that there were no obstructions in the tunnel and the train could pass through. എന്താണ് ബാൽഡിയോയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാൽഡിയോയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ടണലിനുള്ളിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കുന്നതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ബാൽഡിയോയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. Okay, then villagers in Tebu's village regularly told and shared a story about a man-eating tiger that was frequently sighted near the tunnel. എന്താ പറയുന്നത്? ആ നാട്ടിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ വില്ലേജിലുള്ള ആളുകൾ, അവിടുത്തെ നൈബേഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും എല്ലാ ദിവസങ്ങളിലും തുടർച്ചയായിട്ട് അവർ ഒരു മാൻ ഈറ്റിംഗ് ടൈഗറിനെ കുറിച്ചിട്ട് പറയുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നരഭോജി ആയിട്ടുള്ള കടുവയെ കുറിച്ചിട്ട് പറയുമായിരുന്നു. എപ്പോഴും ആ നരഭോജിയായിട്ടുള്ള ഒരു കടുവ ആ ഭാഗത്തുണ്ട്, അത് ആളുകളെ തിന്നുമായിരുന്നു, പണ്ടൊക്കെ ആളുകളെ കൊന്നു തിന്നുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ നൈബേഴ്സ്, അടുത്തുള്ള വില്ലേജേഴ്സ് ഒക്കെ പറയുന്നത് ആര് കേട്ടിട്ടുണ്ട്? ടെബു കേട്ടിട്ടുണ്ട്. എപ്പോഴും അവരിങ്ങനെ പറയുമായിരുന്നു, ആ ടണലിൻ്റെ ഉള്ളിൽ ഒരു നരഭോജി കടുവയുണ്ട്, പണ്ടൊക്കെ ആളുകൾ അത് തിന്നിരുന്നു, അത് ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. Then Baldio was well aware of the terrible risk, but he was confident in his abilities to confront the wild. എന്താണ്? അവൻ എപ്പോഴും ബാൽഡിയോ എങ്ങനെയാണ്? വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ നല്ലൊരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ബാൽഡിയോയ്ക്ക് ഒരിക്കലും അതൊരു പേടിയായിട്ട് തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു അങ്ങനെ ഒരു കാര്യത്തെ ബാൽഡിയോ അങ്ങനെ പേടിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് റിസ്ക് വന്നാലും അത് നേരിടാം എന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആർക്കുണ്ടായിരുന്നു? ബാൽഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബാൽഡിയോയുടെ കയ്യിലൊരു മഴു ഉണ്ടായിരുന്നു, ഒരു ആക്സ് ഉണ്ടായിരുന്നു, മഴു, വളരെ മൂർച്ചയുള്ള. ബാൽഡിയോ എപ്പോഴും ബാൽഡിയോയുടെ കയ്യിലൊരു എന്താ പറയുന്ന ഒരു സേഫ്റ്റി ആയിട്ട് ബാൽഡിയോ ഉപയോഗിച്ചിരുന്നതായിരുന്നു എന്ത്? ആ ഒരു മഴു എന്ന് പറയുന്നത്. ഓക്കെ, അതെപ്പോഴും ബാൽഡിയോയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. Then Tebu occasionally accompanied his father on his job and slept inside the little hut. Not only was he familiar with the jungle, but he always carried a weapon. എന്താ പറയുന്നത്? ടെബു ചില സമയങ്ങളിലൊക്കെ ഫാദറിൻ്റെ കൂടെ പോവാറുണ്ട്. ഫാദറിൻ്റെ കൂടെ ഈ ടണലിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ ക്ലിയർ അല്ലേ നോക്കാൻ, ആ സിഗ്നലൊക്കെ ക്ലിയർ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഫാദർ പോകുന്ന സമയത്ത് ഫാദറിൻ്റെ കൂടെ ആര് പോവാറുണ്ടായിരുന്നു? ടെബുവും കൂടെ പോവാറുണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ. അവന് ഒറ്റയ്ക്ക് ആ കുടിലിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കാൻ പേടി ഉണ്ടായിട്ടൊന്നുമല്ല. അവനെന്താണ്? അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോവായിരുന്നു. അവനത് ഇഷ്ടമായിരുന്നു, അങ്ങനെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് ഇഷ്ടമായിരുന്നു. He was confident in his abilities and he also knew how to use a tiny axe differently and effectively. എന്താ പറയുന്നത്? ബാൽഡിയോ എങ്ങനെയാണ്? ബാൽഡിയോ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അവൻ്റെ എബിലിറ്റികളിൽ, അവൻ്റെ കഴിവുകളിൽ അവന് വളരെ കോൺഫിഡൻ്റ് ഉള്ള ഒരാളായിരുന്നു ബാൽഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവനൊരു ചെറിയ മഴു, ഇപ്പോൾ ബാൽഡിയോ ആണെങ്കിലും ടെബുവിനാണെന്നുണ്ടെങ്കിലും ചെറിയ ഒരു മഴു ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഒരാളെ ഡിഫെൻഡ് ചെയ്യണം, അത് എഫക്റ്റീവ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്കും അറിയാമായിരുന്നു? ടെബുവിന്. അതേപോലെ തന്നെ ബാൽഡിയോയ്ക്കും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ കയ്യിലും, ബാൽഡിയോയുടെ കയ്യിലാണെങ്കിലും ടെബുവിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിലും എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ഒരു ടൈനി ആക്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് എങ്ങനെ ഒരു എനിമിയെ, ഇപ്പോൾ ഒരാളെ എതിർക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നും, അതുപോലെ തന്നെ അത് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും ആർക്കറിയാമായിരുന്നു? ബാൽഡിയോയ്ക്കും ടെബുവിനും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ
Tebu awoke one night to see his father checking the signal bulb and decided to follow him. But Baldio advised Tebu to stay in the hut for his own safety. എന്താ പറയുന്നത്, ഒരു ദിവസം ബാൽഡിയോ രാത്രി എഴുന്നേറ്റിട്ട് ഇങ്ങനെ പോവാണ്, ഇങ്ങനെ സിഗ്നൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് അല്ലേ, അതൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആര് പോവാണ്, ബാൽഡിയോ എണീറ്റ് പോവാണ്. അപ്പൊ ടെബു എന്ത് ചെയ്യാണ്, ടെബു അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ റെഡി ആയി നിൽക്കണം, അവൻ തീരുമാനിക്കണം അച്ഛൻ്റെ കൂടെ പോവാം എന്ന് തീരുമാനിക്കുകയാണ്. ബട്ട് ബാൽഡിയോ അഡ്വൈസ്ഡ് ടെബു ടു സ്റ്റേ ഇൻ ദ ഹട്ട് ഫോർ ഹിസ് ഓൺ സേഫ്റ്റി. എന്താ പറയുന്നത്, ബാൽഡിയോ പറയാണ് ടെബുവിനോട് വരണ്ട, നീ ഈ വീട്ടിൽ തന്നെ നിന്നാൽ മതി, നീ എൻ്റെ കൂടെ വരണ്ട എന്ന് പറയണം. എന്തുകൊണ്ടാണ് ബാൽഡിയോ അങ്ങനെ പറഞ്ഞത്, അവൻ്റെ സേഫ്റ്റിയെ കുറിച്ച് ഓർത്തിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെബുവിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് ഓർത്തിട്ടാണ് പറഞ്ഞത്. ടെബുവിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് ഓർത്തിട്ട് ബാൽഡിയോ പറയാണ് നീ വരണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയാണ്. Soon he found a ground shaking on his which was due on an oncoming train. As Baldio looked in front, a tiger suddenly appeared in the entrance of the tunnel and approached towards Baldio. When the tiger attacked, Baldio stepped to the side and struck the tiger with his axe. Both of them battled tirelessly. But the end, Baldio succumbed to his injuries. എന്താ പറയുന്നത്, അങ്ങനെ ബാൽഡിയോ പോയി. ബാൽഡിയോ ടെബുവിനോട് പറയാണ് നീ വരണ്ട, നീ ഇവിടെ തന്നെ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാൽഡിയോ എന്ത് ചെയ്യാണ്, ബാൽഡിയോ കാട്ടിലേക്ക് പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ടണൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവൻ ഈ ബാൽഡിയോ ചെന്നിട്ട് ഈ ബൾബൊക്കെ ക്ലിയർ അല്ലേ, ഈ സിഗ്നലൊക്കെ ക്ലിയർ അല്ലേ നോക്കുന്ന സമയത്ത് ബാൽഡിയോയുടെ ബാക്കിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് ബാൽഡിയോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ കടുവയുടെ 2 കണ്ണുകൾ മാത്രമാണ് ആർക്ക് കാണാൻ കഴിയുന്നത്, ബാൽഡിയോയ്ക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ബാൽഡിയോ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മളാണെന്നുണ്ടെങ്കിലും ഭയന്നു പോകും അല്ലേ, നമ്മൾ പേടിക്കും അല്ലേ. അപ്പം അങ്ങനെ ബാൽഡിയോ പേടിക്കുകയാണ്. പേടിച്ചു കഴിഞ്ഞിട്ട് ബാൽഡിയോ എന്ത് ചെയ്യണം, മഴ എടുത്തിട്ട് അതിനെ വീശാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ മഴ എടുത്ത് വീശാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബാൽഡിയോയുടെ നേരെ ഈ ടൈഗർ ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാൽഡിയോ എന്ത് തന്നെ വന്നാലും മഴ എടുത്തിട്ട് അവന് വീശുന്നുണ്ട്. ടൈഗറിൻ്റെ മേലും നല്ലോണം മുറിവാകുന്നുണ്ട്, അതുപോലെ തന്നെ ബാൽഡിയോയുടെ ശരീരത്തിനും നിറച്ചും മുറിവുകളാവുന്നുണ്ട്. ടൈഗർ ബാൽഡിയോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ടൈഗർ എന്താ ചെയ്യുന്നത്, ഈ ട്രെയിന് ടണലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഈ ടൈഗറിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് വിചാരിച്ചിട്ട് ടൈഗർ നേരെ എന്താ ചെയ്യുന്നത്, ഈ ഒരു ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. ഈ ടൈഗർ നേരെ ഈ ട്രെയിനിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചാടും. കാരണം ഈ ടൈഗർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സാധനം എന്താണ് ടൈഗറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ് എന്ന് വിചാരിച്ചിട്ട് ടൈഗർ നേരെ അതിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചാടും. ചാടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്രെയിൻ തട്ടിയിട്ട് ആ ടൈഗർ ഇതാവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടൈഗർ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാൽഡിയോനെ കടിച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രാത്രി ബാൽഡിയോ മരണപ്പെടുകയും ആ പ്രദേശത്തുള്ള ആ വില്ലേജിലുള്ള എല്ലാവരും ഭയപ്പെട്ടിരുന്ന ആ ഒരു മാൻ ഈറ്റിംഗ് ടൈഗറും കൂടെ അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ രാവിലെ എന്താ ഉണ്ടാവുന്നത്, ടെബു ഡിസ്കവേർഡ് ഹിസ് ഫാദേഴ്സ് ഷാറ്റേർഡ് ബോഡി ഇൻ ദ ടണൽ. എന്താണ്, രാവിലെ ടെബു കണ്ടെത്തുകയാണ് അവൻ്റെ ഫാദറിൻ്റെ ചിന്നിച്ചിതറി തെറിച്ച് കിടക്കുന്ന അവൻ്റെ ഫാദറിൻ്റെ ശരീരം ആരാണ് കണ്ടെത്തുന്നത്, ടെബു കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. The sobbing younger stayed with his father's lifeless body at night to keep scavenger animal like hinds away from it. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരത്തിന് നേരം വെളുക്കുന്നത് വരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരുന്നത് വരെ അവൻ എന്ത് ചെയ്തു, കാത്തിരുന്നു. അവൻ്റെ അച്ഛൻ്റെ ജീവനില്ലാത്ത ആ ശരീരത്തിൻ്റെ അടുത്ത് എന്ത് ചെയ്യാണ് ടെബു, ആ 12 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരത്തിന് ഇങ്ങനെ കാവലിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ പറയുന്നത്, ആരെങ്കിലും വല്ല കഴുകനോ വല്ല പരുന്തോ വന്ന് അവൻ്റെ അച്ഛൻ്റെ ശരീരം കൊത്തിക്കൊണ്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, അവിടെ കാവലിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. Then the family struggled with the loss for many days and after morning ടെബു റിട്ടേൺ ടു ദ ടണൽ ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ഫാദേഴ്സ് ജോബ്. എന്നാണ്, അങ്ങനെ ഒരുപാട് ദിവസം ആ ഫാമിലി വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ദിവസം ആ ഫാമിലി എന്താ ചെയ്യുന്നത്, വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾക്ക് ശേഷം, ഒരുപാട് വേദനകൾക്ക് ശേഷം എന്ത് ചെയ്യാണ്, ടെബു റിട്ടേൺ ടു ദ ടണൽ ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ഫാദേഴ്സ് ജോബ്. എന്താണ്, ടെബു എന്ത് ചെയ്യാണ്, റിട്ടേൺ ടു ദ ടണൽ എന്ന് ടെബു ടണലിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, തൻ്റെ ഫാദർ ചെയ്തിരുന്ന ആ ജോലി ടെബു ഏറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിവോട്ടഡ് ടു ഹിസ് ഫാദേഴ്സ് ലെഗസി, എന്താണ്, തൻ്റെ ഫാദറിൻ്റെ ആ ഒരു പാരമ്പര്യം ആര് നിലനിർത്തുകയാണ്,
ടെബു നിലനിർത്തുകയാണ്. ഹി എൻഷുർഡ് ദാറ്റ് ദ സിഗ്നൽ ലൈറ്റ് വാസ് ഓൾവേസ് ലിറ്റ് ആൻഡ് ക്ലിയർഡ് ഓൾ ദ ഹിൻഡ്രൻസ് ഇൻ ദ ടണൽ. എന്താണ്, അവൻ എപ്പോഴും ആ ടണലിൻ്റെ ഉള്ളിൽ ആ ഒരു ലൈറ്റ്, ആ ഒരു ലാമ്പ് കത്തുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തുന്നു. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്, ആ ടണലിൻ്റെ ഉള്ളിൽ വേറെ ഹിൻഡ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അവൻ ഇങ്ങനെ ഉറപ്പ് വരുത്തി കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ജോലി ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. He also carried the same axe which was a tribute to his late father and as a committed to protect his father. എന്താ പറയുന്നത്, അവൻ്റെ അച്ഛൻ്റെ ആ മഴു അവൻ സ്വന്തം മഴു പോലെ അവൻ കൊണ്ടു നടക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവൻ്റെ അച്ഛനൊരു ട്രിബ്യൂട്ട് എന്നാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു എന്താ പറയുക, മരണശേഷം ഒരു ട്രിബ്യൂട്ട് എന്നോണം അവൻ ആ ഒരു എന്താ പറയുക അച്ഛനോട് കൊടുത്ത ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്നോണം അവൻ ആ ഒരു ഫാമിലി വളരെ മനോഹരമായിട്ട് നോക്കിക്കൊണ്ട് നടക്കുകയാണ് ആര് ചെയ്യുന്നത്, ടെബു ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ഫാമിലിയെ ടെബു മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ തടസ്സങ്ങളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് തൻ്റെ അമ്മയെയും സിസ്റ്ററിനെയൊക്കെ ടെബു വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഹി ആൾസോ ക്യാരിഡ് ദ സെയിം ആക്സ് വിച്ച് വാസ് എ ട്രിബ്യൂട്ട് ടു ഹിസ് ലേറ്റ് ഫാദർ ആൻഡ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി. ടെബു ബിക്കേം ദ ന്യൂ പ്രൊട്ടക്ടർ ആൻഡ് ബ്രെഡ് വിന്നർ ഓഫ് ഹിസ് ഫാമിലി എന്നാണ് പറയുന്നത്. അങ്ങനെ ടെബു 12ാമത്തെ വയസ്സിൽ തൻ്റെ ഫാമിലിയുടെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് അവൻ നോക്കി നടത്തുകയാണ്. ആ ഫാമിലിക്ക് ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ അന്നം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാൾ കൂടിയായിട്ട് ആ 12 വയസ്സുകാരൻ ടെബു മാറുകയാണ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ കഥ, ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ ഇതാണ് പറയുന്നത്. ഈ സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രം ആരാണ്, ടെബു എന്ന് പറയുന്ന കഥാപാത്രം, ബാൽഡിയോ എന്ന് പറയുന്ന കഥാപാത്രം, ടൈഗർ. ഇവർ 3 പേരുമാണ് മെയിനായിട്ട് ഈ ഒരു കഥയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്, മിസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സുകൾക്കൊക്കെ ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നും കൂടെ നമ്മളിതിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡൻസ് നമ്മൾ ലൈവിൽ നമ്മളിത് പഠിച്ചതാണ്, മിസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറുകൾ പറഞ്ഞ് പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് ചാപ്റ്റർ ഒന്നും കൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, മിസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.